ശ്രീ ആരോഗ്യദാസ് ഉണ്ട്, മുൻ പർച്ചേസ് മാനേജർ. ഗുഡ് മോർണിംഗ് ശ്രീ ആരോഗ്യദാസ്. ഈ പർച്ചേസിൽ എങ്ങനെയാണ് ഈ ടെൻഡറിന്റെ കാര്യത്തിൽ കേന്ദ്രം നിശ്ചയിച്ച തുകയുടെ ഇരട്ടി വരുന്നത്? മോർണിംഗ് മാഡം, ഞാൻ ഈ ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു ഫയലും ഞാൻ കണ്ടിട്ടില്ല. അത് വെച്ചാൽ ആ ഫയലുകളെല്ലാം ഒരു ഫയൽ എന്നെ കാണിച്ചാൽ ടെൻഡർ ഓപ്പൺ ചെയ്യുകയോ അല്ലെ ടെൻഡറുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു കാര്യം എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഒന്നും അറിയത്തില്ല. കാരണം വെച്ചാൽ എൻ്റെ പർച്ചേസ് മാനേജർ ഞാനാണെങ്കിലും എനിക്ക് ഒരു ഫയലും തന്നിട്ടില്ല. പ്ലീസ്. പിന്നെ ആരാണ് ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നത്? ഇത് പർച്ചേസ് ചെയ്തിട്ട് സെക്ഷൻ അത് ചെയ്ത ഒരു വിനയ് എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ ഫയലെല്ലാം കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അദ്ദേഹം എൻ്റെ അടുത്ത് തന്നെ എൻ്റെ DS മേടിച്ചിട്ട് അവിടെയാണ് കൊടുത്തത്. അദ്ദേഹമാണ് മേടിച്ചോണ്ട് പോയത്. 1-2 ലക്ഷത്തിന്റെ ഡിഫറൻസ് അല്ലല്ലോ, 28 ലക്ഷത്തിന്റെ ഡിഫറൻസ് എന്നൊക്കെ പറയുമ്പോൾ അതങ്ങ് വെറുതെ ഉണ്ടാവില്ലല്ലോ. അത് മാഡം, ഞാൻ ഒരു ഫയലും ഞാൻ കൈകാര്യം ചെയ്തിട്ട് ഒരു ഫയലും എനിക്ക് കിട്ടിയിട്ടില്ല. ഒരു ഫയൽ പോലും കിട്ടില്ല. പർച്ചേസ് മാനേജറിന്റെ സ്ഥാനം അതുകൊണ്ട് ഞാൻ എഴുതി കൊടുത്തു. എന്നെ ഈ ചാർജൊക്കെ ഒഴിവാക്കി തന്നെ ഞാൻ എഴുതി കൊടുത്തു. പക്ഷെ അവർ എന്നെ ഒഴിവാക്കിയില്ല. എനിക്ക് മറുപടിയും തന്നിട്ടുണ്ട് ഒഴിവാക്കാൻ പറ്റത്തില്ലെന്ന്. ഇതിൽ CEO ഒക്കെ പറയുന്നത് എന്താണ്? കാരണം ലക്ഷങ്ങൾ ഇതുവരെ ചെയ്തത് 101 കോടിയുടെ പ്രോജക്റ്റാണ് സ്മാർട്ട് സിറ്റിയിൽ. 514 സ്ഥാപനങ്ങളിൽ പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ CEOയ്ക്ക് ഈ സോളാറുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ? സോറി, അങ്ങനത്തെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നെ സംബന്ധിച്ചോളം ഇതാണ്, ഫയലുകൾ ഒന്നും തന്നെ പർച്ചേസ് മാനേജറായ ഞാൻ ഒരു ഫയലും കൈകാര്യം എനിക്കൊരു ഫയലും തന്നിട്ടില്ല. ടെൻഡർ ഓപ്പൺ ചെയ്യാൻ എന്നെ വിളിച്ചിട്ടില്ല. ഫിനാൻഷ്യൽ ബിറ്റ് ഓപ്പൺ എൻ്റെ പേരിലൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ടെന്നാണ് കിട്ടിയ വിവരം. പക്ഷേ ഞാൻ ഒന്നിനും ഓപ്പൺ ചെയ്തിട്ടില്ല. എന്നെ വിളിച്ചിട്ടില്ല. ടെൻഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടെൻഡർ ഓപ്പൺ ചെയ്തത് കേന്ദ്രം 100 കിലോവാട്ടിന് നിശ്ചയിച്ചത് 36 ലക്ഷമാണെങ്കിൽ അനർട്ട് സ്ഥാപിച്ചത് റീജിയണൽ ക്യാൻസർ സെന്ററിൽ 64 ലക്ഷം രൂപയ്ക്കാണ്. ടൈറ്റാനിയത്തിൽ ടെൻഡർ കൊടുത്തത് 11 കോടിക്കാണ്. 7 കോടിയാണ് പരമാവധി കൊടുക്കാൻ കഴിയുക. അപ്പോൾ താങ്കൾ ഈ ഫയൽ കണ്ടിട്ടില്ലെങ്കിലും താങ്കളുടെ പോർട്ട്ഫോളിയോ ആണല്ലോ ഇതിൽ. ഈ പർച്ചേസ് എന്ന് പറയുന്ന സെക്ഷൻ താങ്കളുടെ പോർട്ട്ഫോളിയോ അല്ലേ? ഞാൻ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇതിനകത്ത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുത്തത്. അതുകൊണ്ടാണ്. കാരണം ഞാൻ അറിയാതെ തന്നെ DSO അവർ ഉപയോഗിച്ചത്. താങ്കളുടെ പേര് താങ്കളുടെ പോർട്ട്ഫോളിയോ ഇതിനായി ഉപയോഗിച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഞാൻ റിട്ടയർഡ് ചെയ്തിട്ടും എനിക്ക് മെസ്സേജ് തന്നു. ഞാൻ അത് കഴിഞ്ഞിട്ടും ഞാൻ ചെന്ന് അവർ റിപ്പോർട്ട് ചെയ്തതാണ് വരരുതെന്ന് പറഞ്ഞു. ഞാൻ റിട്ടയർഡ് ചെയ്തിട്ടും 2 മെസ്സേജ് എനിക്ക് വന്നു. ഞാൻ അവിടെ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്തു, പരാതി കൊടുക്കുകയാണ് ചെയ്തേ ആ സെക്ഷനിൽ. താങ്കൾക്ക് പകരം ആരാണ് ഇത് ചെയ്തത്? താങ്കൾ സൂചിപ്പിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? ഇത് താങ്കളല്ല എങ്കിൽ താങ്കളുടെ പേരുപയോഗിച്ച് ഇക്കാര്യങ്ങളിൽ ഈ ക്രമക്കേട് നടത്തിയത് ലക്ഷങ്ങളുടെ വെട്ടിപ്പാണ്. ക്രമക്കേട് വ്യത്യാസം ഉണ്ടാവും. പക്ഷേ ഞാൻ അതിനകത്ത് ഇടപെട്ടില്ല. എൻ്റെ DS വാങ്ങിച്ചത് വിനയ് എന്ന് പറയുന്ന സ്റ്റാഫാണ്. അദ്ദേഹം കോൺട്രാക്ട് സ്റ്റാഫാണ്. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് നിന്ന് DS മേടിച്ചത്. താങ്കൾ ഇതേക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കളുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ? ആണ് മാം. പക്ഷേ എനിക്കൊന്നും ഫയൽ കിട്ടാത്തപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടെൻഡർ ഓപ്പൺ ചെയ്ത് എത്ര രൂപയ്ക്കാണ് ടെൻഡർ കൊട്ടേഷൻ വെച്ചിരിക്കുന്നതെന്നും എനിക്ക് നോക്കാൻ പറ്റില്ല. ഫയൽ വന്നാലേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ. ഒരു ഫയലും എനിക്ക് തന്നിട്ടില്ല. ഈ ഫയലുകൾ കൈകാര്യം ചെയ്തത് ആരാണ്? കൈകാര്യം ചെയ്തത് കൃത്യമായിട്ട് അറിയത്തില്ല മാം. ആ ഫയൽ നമ്മൾ കാണാതെ, ആ ഫയൽ വന്നാലല്ലേ ആരൊക്കെ ഫയൽ കൈകാര്യം ചെയ്ത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഫയൽ എനിക്കൊന്നും ഈ ഫയലായതുകൊണ്ട് ഒരു ഫയൽ എനിക്ക് വന്നില്ല. അത് മറ്റോ ആരൊക്കെ കൈകാര്യം ചെയ്യുന്നുള്ള ഡീറ്റെയിൽസ്. സാധാരണഗതിയിൽ താങ്കളുടെ കയ്യിലേക്ക് ഫയൽ വന്നതിന് ശേഷമല്ലേ ടെൻഡർ ഓപ്പൺ ആവുക? പക്ഷെ അങ്ങനെ ആയിരുന്നു. പക്ഷെ എനിക്ക് വന്നില്ല. ഈ കാര്യത്തിൽ മാത്രം വന്നില്ല. അതെ അതെ. ഇതിൽ മാത്രമാണോ അതോ മറ്റു കാര്യങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? താങ്കൾ ഫയൽ കാണാതെ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയലും എനിക്ക് വന്നിട്ടില്ല. ഒന്നും വന്നിട്ടില്ല. ഇല്ല, പൂർണ്ണമായും. അതായത് താങ്കൾ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കില്ല എന്ന് കരുതിയിട്ട് താങ്കളെ അങ്ങ് ലൂപ്പിൽ നിന്ന് മാറ്റിയതാണോ? ആകാം. എനിക്ക് വന്നാൽ ഞാൻ കൃത്യമായിട്ട് തന്നെ ഞാൻ അത് പറയും, ചെയ്യുന്നത് ശരിയാണ് എന്നത് ശരിയല്ല എന്ന് ഞാൻ കൃത്യമായിട്ട് പറയും. പക്ഷെ ഒരു ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട് എന്ന് താങ്കൾക്ക് ബോധ്യമുണ്ട്? ബോധ്യമുണ്ട്. റിട്ടയർഡ് ആയി കഴിയുമ്പോൾ കൂടുതലായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇക്കാര്യത്തിലുള്ള അന്വേഷണങ്ങൾ വരികയാണെങ്കിൽ അതുമായി താങ്കൾ പൂർണ്ണമായും സഹകരിക്കേണ്ടി വരും. 100% ഞാൻ സഹകരിക്കും. ഇതിൽ താങ്കൾ ഒരു തരത്തിലും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഉറപ്പല്ലേ? താങ്കൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആളുകളും കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അത് ഈ ഫയലാണ്. എനിക്ക് ഫയൽ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും വായിക്കാൻ പറ്റത്തില്ല, കാണാൻ പറ്റും. ഓക്കെ. ഈ ഫയലിംഗ് സംവിധാനം വഴി ആ ഫയൽ താങ്കളുടെ മുന്നിലേക്ക് ഈ ടെൻഡർ ഓപ്പൺ ചെയ്യുന്ന ഘട്ടത്തിൽ എത്തിയിട്ടേ ഇല്ല. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ആരോഗ്യദാസ്, അന്വേഷണവുമായി താങ്കളും സഹകരിക്കുക. ഇപ്പോൾ എന്തായാലും അനർട്ടിൽ കോടികളുടെ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങളാണ് റിപ്പോർട്ടർ SIT ഇപ്പോൾ പുറത്തുവിടുന്നത്. TV പ്രസാദാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. TV പ്രസാദ്, ഇപ്പോൾ മുൻ പർച്ചേസ് മാനേജർ ആരോഗ്യദാസ് ഈ ഒരു ഫയൽ അദ്ദേഹം കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ എവിടെയാണ് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് നമ്മൾ ആലങ്കാരികമായി പറയുന്നുണ്ടെങ്കിൽ ഇവിടെ കൃത്യമായി അത് സംഭവിച്ചിട്ടുണ്ട് എന്നതുകൂടി വ്യക്തമല്ലേ പ്രസാദ്? ഉറപ്പായും സുജയ, പർച്ചേസ് മാനേജറെ നോക്കുകുത്തിയാക്കി, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറെ നോക്കുകുത്തിയാക്കിയിട്ടാണ്
താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അനേർട്ടിന്റെ CEO വേലൂരി ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. ഈ പർച്ചേസ് മാനേജർ ഇപ്പോൾ പറയുന്ന അനുസരിച്ച് പർച്ചേസ് മാനേജർ ഒരു ഫയലും കണ്ടിട്ടില്ല. പർച്ചേസ് മാനേജറുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ അത് ദുരുപയോഗം ചെയ്തു എന്ന കാര്യം വസ്തുതയാണ്. കാരണം ഇതിന്റെ ടെൻഡറുമായി ബന്ധപ്പെട്ട മുഴുവൻ രേഖകളും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അതിൽ ആരോഗ്യദാസിന്റെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആരോഗ്യദാസ് ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പലതവണ ആരോഗ്യദാസ് ഇത് സംബന്ധിച്ചുള്ള പരാതിയും കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഇതിനെതിരെ ഒരു നടപടിയും ഇതുവരെ സർക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അനർട്ടുമായി ബന്ധപ്പെട്ട് ഒരു എസ്റ്റിമേറ്റും ഇല്ലാതെയാണ് ടെൻഡർ വിളിക്കുന്നത്. സുജയ ഇപ്പോൾ ചോദിച്ചല്ലോ ടെൻഡറിൽ ആരൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തതെന്ന്. താൽക്കാലിക ജീവനക്കാർ 89 ദിവസത്തേക്ക് മാത്രം ജോലിക്ക് വരുന്ന താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് ഫയൽ ഓപ്പൺ ചെയ്യുന്നു, ടെൻഡർ തുറക്കുന്നു. ആ രീതിയിലുള്ള ഗുരുതരമായ ക്രമക്കേടത് ടെൻഡറിന്റെ വിശദാംശം പൂർണ്ണമായി നമുക്ക് അടുത്ത ദിവസം പരിശോധിക്കേണ്ടി വരും സുജിയ. ഇപ്പോൾ നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന പ്രധാനമായും എത്ര കോടിയുടെ വെട്ടിപ്പുണ്ട് എന്നുള്ളതാണ്. ഈ 102 കോടിയിൽ കേന്ദ്രം പറഞ്ഞ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ 31 കോടി രൂപയുടെ നഷ്ടമാണ് നമ്മുടെ പൊതുസംവിധാനത്തിന് ഉണ്ടായിരിക്കുന്നത്. അതായത് 31 കോടി രൂപ അധികമായി വിവിധ സോളാർ കമ്പനികൾക്ക് നൽകി എന്നതാണ് ഇതിലെ ഗുരുതരമായ ഒരു കാര്യം. 514 സ്ഥാപനങ്ങളിലേക്ക് ഈ ടെൻഡർ വഴിയുള്ളത് പോയപ്പോൾ ഒന്നിനും എസ്റ്റിമേറ്റ് പോലും ഇല്ലാതെയാണ് ടെൻഡർ സ്വീകരിച്ചത്. ഇതിന് വേലൂരി പറയുന്ന മറുപടി, CEO പറയുന്ന മറുപടിയാണ് ഏറെ വിചിത്രം. അതായത് എന്നോട് പറയാണ് പർച്ചേസ് മാനേജർ ഇത് കാണേണ്ട കാര്യമേ ഇല്ല, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അതിന്റെ വില കൂടും എന്നുള്ളതാണ്. പക്ഷേ സുജിയ, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കേന്ദ്രം ഒരു മാനദണ്ഡം നിശ്ചയിക്കുന്നത്. അതായത് ടി വി പ്രസാദ് നോക്കൂ, നമ്മുടെ കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്, രാജ്യത്തുടനീളമാണ്. അവിടെയെല്ലാം ഒരു ബെഞ്ച് മാർക്ക് ഉണ്ട്. ആ ബെഞ്ച് മാർക്ക് തുക എന്ന് പറയുന്നത് മറികടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ അഴിമതിയാണ്, തെറ്റാണ്, അതൊരു കുറ്റകൃത്യമാണ്. ആ രീതിയിൽ തന്നെ ഇത് പരിശോധിക്കപ്പെടേണ്ടതല്ലേ, അന്വേഷണം നടക്കേണ്ടതല്ലേ? ഉറപ്പായും സുജയ, ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറയുന്നത് അങ്ങനെ ബെഞ്ച് മാർക്ക് കോസ്റ്റിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് അനർട്ട് CEO നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്. അങ്ങനെ ബെഞ്ച് മാർക്ക് തുക ആവശ്യമില്ല എങ്കിൽ എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സോളാർ പാനൽ സ്ഥാപിക്കുന്നത് അനർട്ടിന്റെ നേതൃത്വത്തിൽ? അത് തന്നെയാണ് ഈ അന്വേഷണം നമ്മൾ തുടരും. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നിയമസഭാ രേഖകളടക്കം പുറത്തുവിടുകയാണ്. റിപ്പോർട്ടർ സ്മാർട്ട് സിറ്റി സോളാർ പദ്ധതിയുടെ മറവിൽ കേന്ദ്ര സർക്കാർ ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള തട്ടിപ്പും വെട്ടിപ്പും നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി നമുക്കിപ്പോൾ ബോധ്യമാകുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക്